നമസ്കാരം. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ ജഗ്ദീപ് ധൻഖർ തിങ്കളാഴ്ച വൈകുന്നേരം തന്റെ സ്ഥാനം രാജിവെച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഭരണഘടനയുടെ 67A അനുച്ഛേദമനുസരിച്ച് അദ്ദേഹം രാജി സമർപ്പിച്ചത്. 2022 ഓഗസ്റ്റ് 6 ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റ ധൻഖറിന് ഇനിയും 2 വർഷം കാലാവധി ബാക്കിയുണ്ടായിരുന്നു. രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വീകരിച്ചിട്ടുമുണ്ട്. രാജ്യസഭയുടെ നിലവിലെ അധ്യക്ഷൻ ആര് എന്നുള്ളതാണ് ഇനി ഉയരുന്ന അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. ഉപരാഷ്ട്രപതിയുടെ രാജി നിലവിൽ വന്നതോടെ രാജ്യസഭയുടെ അധ്യക്ഷന്റെ ചുമതല താൽക്കാലികമായി രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഹരിവംശ് നാരായൺ സിംഗ് ഏറ്റെടുക്കും. ഭരണഘടനാ പ്രകാരം ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അതിനാൽ ഉപരാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന നിലയിലുള്ള ചുമതലകൾ ഇനി ഡെപ്യൂട്ടി ചെയർപേഴ്സണാണ് നിർവഹിക്കുക. ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് വരെ ഹരിവംശ് നാരായൺ സിംഗ് ഈ ചുമതലയിൽ തുടരും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ രാജി കഴിഞ്ഞ ദിവസം നിലവിൽ വന്നതോടെ ഈ ഒഴിവ് നികത്തുന്നതിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയും ചെയ്തു. അടുത്ത ഘട്ടമായി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായുള്ള സമയക്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കുമെന്നുള്ളതാണ്. അതിനുശേഷം BJP നേതൃത്വത്തിലുള്ള NDAയും ഇന്ത്യ സഖ്യവും അവരുടെ സ്ഥാനാർത്ഥികളെ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. തുടർന്ന് പാർലമെന്റിലെ MPമാർ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സമ്പ്രദായം ഉപയോഗിച്ച് ആനുപാതിക പ്രാതിനിധ്യത്തിലൂടെ വോട്ട് രേഖപ്പെടുത്തും. ഈ പ്രക്രിയയിൽ MPമാർ സ്ഥാനാർത്ഥികളെ അവരുടെ മുൻഗണന അനുസരിച്ച് റാങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. വോട്ടെടുപ്പ് പൂർത്തിയായി ഫലം പ്രഖ്യാപിച്ചതിനു ശേഷം പുതിയ ഉപരാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. അടുത്ത ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എപ്പോൾ, എങ്ങനെ എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യം. ഉപരാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവന്നാൽ 60 ദിവസങ്ങൾക്കുള്ളിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ഭരണഘടനാപരമായ നിബന്ധന. അതിനാൽ 2025 സെപ്റ്റംബർ 19 മുമ്പായി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും, അതായത് ലോക്സഭയിലെയും രാജ്യസഭയുടെയും എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയും. എന്നാൽ സംസ്ഥാന നിയമസഭകളിലെ, അതായത് MLAമാർ ആയ ഈ അംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രഹസ്യ ബാലറ്റിലൂടെയാണ്. വോട്ടെടുപ്പ് പ്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിക്കാൻ ഒരു റിട്ടേണിംഗ് ഓഫീസറെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കും. വോട്ടർമാർക്ക്, അതായത് MPമാർക്ക് തങ്ങളുടെ മുൻഗണനാ ക്രമത്തിൽ സ്ഥാനാർത്ഥികളെ രേഖപ്പെടുത്താൻ കഴിയുന്ന സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓരോ വോട്ടർമാർക്കും ഓരോ വോട്ടിനാണ് മൂല്യമുള്ളത്. അതായത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി MPമാരുടെ വോട്ടിന് പ്രത്യേക മൂല്യമില്ല. അടുത്ത രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവർ ആരൊക്കെയാണ്? ഈ ചോദ്യം ഇപ്പോൾ വളരെയധികം പ്രസക്തമായി ഉയരുകയാണ്. കാരണം നിങ്ങൾ കേട്ടാൽ ഞെട്ടുന്ന ഒരു പേര് ഇതിലുണ്ട്. അപ്രതീക്ഷിത രാജിയെ തുടർന്ന് പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങൾ സജീവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ തന്നെ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ NDA ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ പരിഗണനയിലുള്ള ചില പേരുകളിൽ മുൻ കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ ഗോവ ഗവർണറായ PS ശ്രീധരൻപിള്ള എന്നിവരുണ്ട്. ഈ 2 പേരുകളോടൊപ്പം തന്നെ മറ്റൊരു പേര് കൂടി ഉയർന്നിരിക്കുകയാണ്. കോൺഗ്രസ് MP ശശി തരൂർ. ശശി തരൂർ നിലവിൽ കോൺഗ്രസുമായി അഭിപ്രായ ഭിന്നതകളുള്ള നിൽക്കുകയാണ്. ശശി തരൂരിന്റെ പേര് പരിഗണനയിൽ വരുന്നത് രാഷ്ട്രീയപരമായ ഊഹാപോഹങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അത് സ്വാഭാവികവുമാണ്. ജഗ്ദീപ് ധൻഖറിന്റെ രാജിക്ക് പിന്നിൽ ആരോഗ്യപരമായ കാരണങ്ങൾക്കപ്പുറം മറ്റു ചില കാരണങ്ങളുണ്ടോ എന്നതും ചില പ്രതിപക്ഷ MPമാർ സംശയിക്കുന്നുണ്ട്. കാരണം ജൂലൈ 23 ജയ്പൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഉപരാഷ്ട്രപതിയുടെ ഓഫീസ് അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അപ്രതീക്ഷിതമായ രാജ്യപ്രഖ്യാപനം വന്നിരിക്കുന്നത്. രാജ്യസഭ ചെയർപേഴ്സൺ എന്ന നിലയിൽ പ്രതിപക്ഷവുമായും പ്രതിപക്ഷ നേതാവുമായും നിരന്തരം വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ധൻഖർ തന്റെ കാലാവധി 3 വർഷം തികയുന്നതിന് മുമ്പാണ് പടിയിറങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും സഹകരണത്തിനും പിന്തുണയ്ക്കും ധൻഖർ രാജിക്കത്തിൽ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്.